ഹലോ, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിന്റെ EVSലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. എടാ, നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓടിപ്പോയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പറയാനുണ്ട് എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ഗ്രീൻ എർത്ത് ആണ് അല്ലേ. ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ഗ്രീൻ എർത്ത് ആണ് കേട്ടോ. ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചർ എന്താ നോക്കടാ? ബേർഡ്സ് ഉണ്ട്, പിന്നെന്താ ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ, ഫ്ലവേഴ്സ് ഉണ്ട്, ബിഗ് നല്ല അടിപൊളി അല്ലേ, ചിൽഡ്രൻസ് ഉണ്ട്, ക്യാറ്റ്, ഹെന്ന്, ഹെബിസ്കസ് അല്ലേ. എന്ത് ഭംഗിയല്ലേ പിക്ചർ കാണാൻ, നല്ല ബ്യൂട്ടിഫുൾ പിക്ചർ ആണ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ എന്താ പറയാനുള്ളതെന്ന്. ഫ്ലൈ അവേ ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. എന്താ പറന്ന് പറന്ന് വാന്നല്ലേ. ആരോടാ പറയുന്നത്? ലിറ്റിൽ ബേർഡിനോടാ പറയുന്നത് അല്ലേ. അപ്പൊ പറന്ന് വരുന്ന കാര്യം ലിറ്റിൽ ബേർഡിനോട് പറയാണ് അല്ലേ. ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. നീ പോയിട്ട് എന്ത് ചെയ്യണം? ഒരു ഗ്രീൻ കളർ ട്രീയിൽ തൊട്ടിട്ട് ഓടി വരണം കേട്ടോ. എന്താ പറയുന്നത്? ഒരു ഗ്രീൻ കളർ ട്രീയിൽ തൊട്ടിട്ട് വരാനാ പറയുന്നത് അല്ലേ. വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്? നീ ഏത് ട്രീ ആണ് ബേർഡെ നീ ടച്ച് ചെയ്തത്? പക്ഷി, നീ ഏത് ബേർഡ്, നീ ഏത് ട്രീ ആണ് ടച്ച് ചെയ്തത്? വാട്ട് ഈസ് ഹിസ് നെയിം? ഇതിന്റെ പേരെന്താണ്? ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ? അത് ബിഗ് ആണോ സ്മോൾ ആണോ എന്നാ ചോദിക്കുന്നത് അല്ലേ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ബേർഡിനോട് പറയാണ്, ബേർഡെ നീ പോയിട്ട് ഒരു ട്രീയിൽ തൊട്ട് വാ. ആ ട്രീയെ നീ ഏത് ട്രീ ആണ് തൊട്ടത്? ആ ട്രീയുടെ നെയിം എന്താണ്? ബിഗ് ആണോ സ്മോൾ ആണോ ആ ട്രീ എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ് ഗോ ടച്ച് ദ ഫ്ലവർ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. വീണ്ടും പറന്ന് പോയിട്ട് നീ എന്തിൽ ടച്ച് ചെയ്ത് വരാനാ പറഞ്ഞേക്കുന്നത്? ഒരു പൂവിൽ ടച്ച് ചെയ്ത് വാ. നീ എന്തിലാ ടച്ച് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? പൂവില്. നേരത്തെ എന്ത് ടച്ച് ചെയ്യാനായിരുന്നു പറഞ്ഞിരിക്കുന്നത്? മരമായിരുന്നു അല്ലെ, ട്രീ ആയിരുന്നു പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞേക്കുന്നത് എന്താണ്? ഒരു പൂവിൽ ടച്ച് ചെയ്ത് വാ. വിച്ച് ഫ്ലവർ ഡിഡ് ദ ബേർഡ് ടച്ച്? നീ ഏത് ഫ്ലവറിലാണ് ബേർഡ് ടച്ച് ചെയ്തത്? വാട്ട് ഈസ് ഹിസ് നെയിം? എന്താണ് ഇതിന്റെ പേര്? ക്യാൻ യു ടെൽ ദ കളർ ഓഫ് ദ ഫ്ലവർ? അപ്പൊ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാല്, ബേർഡെ നീ ഓടിപ്പോയിട്ട് ഒരു ഫ്ലവറെ തൊട്ട് വാ. എന്നിട്ട് ഈ ഫ്ലവറിന്റെ പേരെന്താണ്? നീ തൊട്ട ഫ്ലവർ ഏതാണ്? ഫ്ലവറിന്റെ പേരെന്താണ്? ഫ്ലവറിന്റെ കളർ ഏതാണ് എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ഫ്ലവേഴ്സിന്റെ ഒക്കെ കളേഴ്സും അതേപോലെ പേരും ഒക്കെ അറിയാവോ? കുറെ ഒക്കെ പേര് അറിയായിരിക്കും അല്ലേ കൂട്ടുകാർക്ക്. ഞാൻ നെക്സ്റ്റ് അടുത്ത് നോക്കാം അല്ലേ. ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ് ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. ഇനി നെക്സ്റ്റ് നിന്നോട് എന്ത് പോയി തൊടാനാ പറഞ്ഞേക്കുന്നത്? ഇലയിൽ പോയി തൊടാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്തിൽ പോയി തൊടാനാണ്? ഇലയിൽ പോയി തൊട്ട് വാ ബേർഡേ. നെക്സ്റ്റ് എന്താ? വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്? നീ ഏത് ഇലയിലാണ് തൊട്ടത്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ഇലയുടെ പേരെന്താ? ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ലീഫ്? എന്തിന്റെ ഷേപ്പ് നീ പറയണം. നീ ഇലയുടെ ഷേപ്പ് അടക്കം നീ പറയണം കേട്ടോ എന്ന് ബേർഡിനോട് പറയാണല്ലേ. എന്ത് രസാല്ലേ. അപ്പൊ ബേർഡിനോട് ആരെയൊക്കെ പോയി തൊടാനാ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് വണ് ട്രീ പറഞ്ഞിട്ടുണ്ട്, ഫ്ലവർ പറഞ്ഞിട്ടുണ്ട്, ലീഫ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഏതാണ്? അത്രയല്ലേ, 3 പേരെ പോയി ടച്ച് ചെയ്ത് വരാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അങ്ങനെ 3 പേരെയും പോയിട്ട് എന്ത് ചെയ്യാണ്? ബേർഡ് ടച്ച് ചെയ്ത് പോയിട്ട് അതിന്റെ പേരും സൈസും അതേപോലെ കളേഴ്സും ഒക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടാവുമോ? ഉണ്ടാവുമായിരിക്കും അല്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. ഡിഡ് യു സീ ദ ചിൽഡ്രൻ ഹു ആർ സിംഗിങ് ആൻഡ് ഡാൻസ്? അപ്പൊ ഇവര് പാട്ടൊക്കെ പാടി നല്ല ഡാൻസ് കളിക്കുകയാണ് അല്ലേ. ഷാൽ വി പ്ലേ ദിസ് ഗെയിം? അപ്പൊ നിങ്ങളോടും ഈ ഒരു ഗെയിം കളിച്ച് നോക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. വിച്ച് പ്ലാന്റ്സ് വേർ യു ഏബിൾ ടു ടച്ച് വെൻ യു പ്ലേഡ്? വിച്ച് അതർ പ്ലാന്റ് ഡു യു നോ? റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. അപ്പൊ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് നിങ്ങളോടും ഇതേപോലെ ഓരോ ഫ്ലവറിലും ഓരോ ട്രീയിലും ഒക്കെ തൊട്ടിട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കൂട്ടുകാരുമൊത്ത് കളിച്ച് രസിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗെയിം കളിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഗെയിം കളിച്ച് നോക്കുക കേട്ടോ. വിച്ച് പാർട്സ്? നെക്സ്റ്റ് അടുത്ത എന്താണ്? വിച്ച് പാർട്സ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് കിടക്കുന്നത് കേട്ടോ. സൈറ ഈസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് ദ പ്ലാന്റ്. വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ? കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പാർട്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിന്റെ പാർട്സ് എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് സ്റ്റമ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് അടുത്ത ഏതൊക്കെയായിരിക്കും? അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വെക്കേണ്ട സാധനമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ
എന്താണ് ഒരു പ്ലാന്റിന്റെ ഭാഗങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ, പാർട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? റൂട്ട് ഉണ്ട്, ലീഫ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്, സ്റ്റം ഉണ്ട്, ഫ്രൂട്ട്സ്, അങ്ങനെ പലതുണ്ടാവും അല്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഇതൊന്ന് വരയ്ക്കുക കേട്ടോ. മിസ് ഇവിടെ പാർട്സ് എഴുതിയിട്ടുണ്ട്, അപ്പോൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആരാണ്? റൂട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഏത് എഴുതിയിരിക്കുന്നത്? റൂട്ട് ഉണ്ട്, ലീഫ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്, സ്റ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് നിങ്ങൾ പെൻസിലൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വരച്ച് കളറൊക്കെ കൊടുത്തിട്ട് മിസ്സിന് എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒരു ഫോട്ടോ ഇടണം കേട്ടോ, മിസ്സിനും കാണാനേ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. ലെറ്റ്സ് ആസ്ക് ക്ലാസിഫൈ. ഡു യു തിങ്ക് ഓൾ ദ പ്ലാന്റ്സ് യൂസ് ആർ സിമിലർ? നിങ്ങൾ കാണുന്ന എല്ലാ പ്ലാന്റ്സും ഒരുപോലെയാണോ? നിങ്ങൾ എന്തൊക്കെ പ്ലാന്റ്സ് കാണാറുണ്ട് ഒന്ന് പറഞ്ഞാടാ. ട്രീസ് കാണാറുണ്ടോ? പലതരം ട്രീസ് നിങ്ങൾ കാണാറില്ലേ അല്ലേ? പലതരം പ്ലാന്റ്സ് നിങ്ങൾ കാണാറില്ലേ? നിങ്ങളുടെ വീട്ടിലെ അമ്മമാരൊക്കെ നട്ട പല പ്ലാന്റ്സ് ഇല്ലേ അല്ലേ? പലതരത്തിലുള്ള പ്ലാന്റ്സ് ഇല്ലേ? ഉണ്ട് അല്ലേ? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എടാ എല്ലാ പ്ലാന്റ്സും ഒരുപോലെയാണോ? അല്ല അല്ലേ, എല്ലാ പ്ലാന്റ്സും എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രീസ് തന്നെ പറയുകയാണെങ്കിൽ മാംഗോ ട്രീയും കോക്കനട്ട് ട്രീയും ഒരുപോലെയാണോ? അവരുടെ സൈസ് ഒരുപോലെയാണോ? അല്ല. അവരുടെ ലീവ്സ് ഒരുപോലെയാണോ? അല്ല. ഫ്രൂട്ട് ഒരുപോലെയാണോ? അല്ല അല്ലേ. അപ്പൊ നമുക്ക് എന്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്? വാട്ട് ആർ ദ ഡിഫറൻസസ്? അപ്പൊ നിങ്ങൾ പറഞ്ഞ എന്തൊക്കെയാണ് ഡിഫറൻസസ്? സൈസ് ഡിഫറെന്റ് അല്ലേ? അല്ലേ, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ എന്താണ് സൈസ്? ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിന്റെ സൈസ് ഡിഫറൻസ് ഇല്ലേ? പലതരം ചീര ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതിന്റെ സൈസ് തന്നെ എന്താണ്? ഡിഫറൻസ് ഉണ്ട് അല്ലേ. പിന്നെ ലീവ്സിൽ ഡിഫറൻസ് ഇല്ലടാ, ഫ്രൂട്ടിൽ ഡിഫറൻസ് ഇല്ല, റൂട്ടിൽ ഡിഫറൻസ് ഇല്ല, ഇതിലൊക്കെ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒന്ന് എഴുതിയിടുക കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിക്ചറിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പാടി ഉണ്ട്, കോക്കനട്ട് ട്രീ ഉണ്ട്, റോസ്, മാംഗോ ട്രീ, ഷെയിം പ്ലാന്റ് ഉണ്ട്, ബനിയൻ ട്രീ ഉണ്ട്, ദെൻ എന്താണ് സ്പീനച്ച്, ഹിബിസ്കസ്, അങ്ങനെ കുറച്ച് കുറച്ച് പ്ലാന്റ്സിനെയാണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് പ്ലാന്റ് ഡു യു സീ ഇൻ ദ പിക്ചർ? നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, നിങ്ങൾ കോമൺലി കാണുന്നതാണ് അല്ലേ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദർ സ്റ്റം? ഇതിന്റെ സ്റ്റമ്മിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡിഫറൻസ് ഇൻ ദർ സൈസ്? ഇതിന്റെ സൈസ് എന്തല്ലേ? ഡിഫറെൻ്റ് അല്ലേ. ഹൗ ലോങ് വിൽ ദേ ലീവ്? മാർക്ക് യുവർ ഒബ്സർവേഷൻ വിത്ത് ദ ടിക്ക് ഇൻ ദ ടേബിൾ. അപ്പോൾ ഇവര് എന്താണ് എത്ര കാലം ജീവിക്കും എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കോമൺലി അറിയുന്നതാണ് അല്ലേ. അപ്പം ഇതിന്റെ എന്ത് ചെയ്യണം? ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യണം? ഒരു എന്താ പറയുക, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടേബിൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് മിസ് ഒന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് വൺ ഏതാണ്? സ്പീനച്ച് ആണ് അല്ലേ. സ്പീനച്ച് വെച്ചാൽ എന്താണ്? നമ്മുടെ ചീരയാണ് അല്ലേ. സ്പീനച്ച് വെച്ചാൽ ആരാണ്? നമ്മുടെ ചീരയാണ് അല്ലേ. അപ്പോൾ ചീരയുടെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നോക്കിയാലോ. ചീരയുടെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്. സൈസ് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ആണ് അല്ലേ. ഹൗ ലോങ് വിൽ ബി ലീവ്? ഇത് കുറച്ച് മന്ത് ഈ സാധനം നിൽക്കുള്ളൂ അല്ലേ. നെക്സ്റ്റ് അടുത്ത് ആരാണ്? ഹിബിസ്കസ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? ചെമ്പരത്തി എന്ന് പറയും അല്ലേ. അതിന്റെ സ്റ്റെമ്മ് കുറച്ച് ഹാർഡാണ്. സൈസ് എന്ന് പറയുന്നത് കുറച്ച് ബിഗ് ആണ്. ഇയേഴ്സ് അത് നിൽക്കും അല്ലേ. കുറെ ഇയേഴ്സ് ഒക്കെ ഈ സാധനം എന്ത് ചെയ്യും? ജീവിച്ചു നിൽക്കും അല്ലേ. അടുത്ത മാംഗോ ട്രീ വെരി ഹാർഡാണ്, ബിഗ് ആണ്. പിന്നെ സൈസ് എന്ന് പറയുന്നത് വെരി ബിഗ് ആണ്, വെരി അല്ലേ. മെനി ഇയേഴ്സ് ഈ സാധനം എന്ത് ചെയ്യും? ലോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കില്ല, ലീവ് ചെയ്യും. നെക്സ്റ്റ് അടുത്ത് ഏതാണ്? കോക്കനട്ട് ട്രീ ആണ് അല്ലേ. വെരി ഹാർഡാണ്, വെരി ബിഗ് ആണ്, മെനി ഇയേഴ്സ് സാധനം നിൽക്കും അല്ലേ. നെക്സ്റ്റ് അടുത്ത് ഏതാണ്? ഇവിടെ കൊടുത്തേക്കുന്ന ഏതാന്ന് നോക്കിക്കേ. ബനിയൻ ട്രീ കൊടുത്തിട്ടുണ്ട് അല്ലേ. ബനിയൻ ട്രീ എന്താടാ? അതിന്റെ സ്റ്റം എന്ന് പറയുന്നത് വെരി ഹാർഡാണ്. സൈസ് എന്ന് പറയുന്നത് എന്താണ്? വെരി ബിഗ് ആണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്? എത്രയാണ്? വെരി അല്ലേ, മെനി ഇയേഴ്സ് അത് നിൽക്കും. അടുത്തത് ഏതാണ്? ഷെയിം പ്ലാന്റ്. ഷെയിം പ്ലാന്റ് എന്തൊക്കെയാ നമുക്ക് പറയാം? ഷെയിം പ്ലാന്റിന്റെ ഏതൊക്കെയാണ്? നമുക്ക് എഴുതി നോക്കാം അല്ലെ. ഷെയിം പ്ലാന്റ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞേ ഷെയിം പ്ലാന്റിന്റെ എന്തൊക്കെ നമുക്ക് എഴുതാമെന്ന് പറഞ്ഞേ. എൻ്റെ കൂട്ടുകാർ എന്നു പറഞ്ഞേ ഷെയിം പ്ലാന്റ് നമുക്ക് എഴുതി നോക്കാം. എന്തൊക്കെ എഴുതാം? ഷെയിം പ്ലാന്റ് ആണ് അല്ലേ. ഷെയിം പ്ലാന്റ് പറഞ്ഞടാ. ഷെയിം പ്ലാന്റിന് നമുക്ക് എന്തൊക്കെ പറയാം? അതിൻ്റെ സ്റ്റെം എന്താണ്? സ്റ്റെം എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് അടുത്ത സൈസ് എന്താണ്? സ്മോൾ ആണ്. ഓക്കെ. ലീവ് എന്ന് പറയുന്നത് അധികം കാലമൊന്നും ജീവിക്കില്ല അല്ലേ. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ നശിച്ചു പോവും. നെക്സ്റ്റ് അടുത്ത എന്താടാ? അടുത്ത നമുക്ക് വേണമെങ്കിൽ റോസ് എഴുതാം. അടുത്ത ഏത് എഴുതാം? റോസ് എഴുതാം കേട്ടോ. അടുത്ത ഏതാണ്? റോസ് നമുക്ക് എന്തൊക്കെ എഴുതാം?
റോസിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡാണ് അല്ലേ. നെക്സ്റ്റ് അടുത്തത് എന്താണ്? സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡാണ്. നെക്സ്റ്റ് അടുത്തത് സൈസ് എന്ന് പറയുന്നത് എന്താണ്? ബിഗ് ആണോ? അല്ല. സൈസ് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ആണ് അല്ലേ. നെക്സ്റ്റ് അടുത്തത് എന്താണ്? ഒരുപാട് ഇയേഴ്സ് ഒക്കെ നിൽക്കുമോ? ഇല്ല. മന്ത്ലി ഒക്കെ അല്ലേ, കുറച്ച് മന്ത്സ് ഒക്കെ നിൽക്കുള്ളൂ. വേറെ ആരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നേ? റോസ് ഉണ്ട്. നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് എഴുതുന്നു കേട്ടോ. ഒരാൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതും കേട്ടോ. ഹെബിസ്കസ് കൊടുത്തിട്ടുണ്ട്, പാടി നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത എന്താ കൊടുത്തേക്കുന്നത്? വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ? ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹെർബ്സ്. ക്യാൻ യു റൈറ്റ് ഡൗൺ യുവർ ഫീച്ചേഴ്സ്? അപ്പോൾ ഇവിടെ നമ്മുടെ സ്പീനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവർ ഏത് ഗണത്തിൽ പെടുന്നതാണ്, ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഹെർബ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്റ്റെം ഈസ് സോഫ്റ്റ് ആണ്, ഷോർട്ട് സൈസ് ആണ്, നോ ഡീപ്പ് റൂട്ട്. അതിന് വലിയ റൂട്ട്സ് ഉണ്ടോ? ഇല്ല. സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഈ സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ് ആണ് അല്ലേ, ഷോർട്ട് സൈസ് ആണ്. പിന്നെ നോ ഡീപ്പ് റൂട്ട്. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് വലിയ റൂട്ടാണോ? അല്ലല്ലേ, വലിയ റൂട്ടല്ല, ചെറിയ റൂട്ടാണ്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഇവിടെ ആര് കൊടുത്തിരിക്കുന്നത്? മാംഗോ ട്രീ കൊടുത്തിട്ടുണ്ട് അല്ലേ. വി ഗ്രോ വെരി ടാൽ. എന്താണ്? നമ്മൾ എന്ത് ചെയ്യും? വലിയ മരമായിട്ട് വളരും. വി ആർ ട്രീസ്. ഞാൻ എന്തെന്നറിയപ്പെടുന്നു? ട്രീസ് എന്നറിയപ്പെടുന്നു. പ്ലീസ് റൈറ്റ് ഡൗൺ യുവർ ഫീച്ചേഴ്സ്. നമ്മുടെ എന്താണ് ഫീച്ചേഴ്സ് എഴുതാൻ? വെരി ഹാർഡ് സ്റ്റെം. ഫസ്റ്റ് വൺ എന്താണ്? വെരി ഹാർഡ് സ്റ്റെം. സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? വെരി ഹാർഡ് ആണ്. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഡീപ്പ് റൂട്ടർ ആണ് കേട്ടോ. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഡീപ്പ് ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത ഏതാ നോക്കിക്കേടാ. അത് കഴിഞ്ഞിട്ട് ഏതാണ്? അടുത്തത് പ്രിട്ടി ഹാർഡ്. സ്റ്റെം പ്രിട്ടി ഹാർഡ്. ഹെബിസ്കസ് ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? സ്മോൾ ആണ്. അവർ സ്റ്റെം ആർ പ്രിട്ടി ഹാർഡ്. വി ആർ കോൾഡ് ഷബ്സ് ആണ് കേട്ടോ. റൈറ്റ് ഡൗൺ യുവർ ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഏതൊക്കെയാണ്? ഹാർഡ് സ്റ്റെം ആണ് അല്ലേ, ഹാർഡാണ്. അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് ഹാർഡാണ്. ദേ ആർ ജനറലി ഷോർട്ട്. അപ്പം നമുക്ക് വലിയതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദേ ആർ എന്താണ്? ജനറലി ഷോർട്ട് ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത പേജിലോട്ട് പോയാലോ. നെക്സ്റ്റ് അടുത്ത പേജിൽ നമ്മളോട് ഹെർബിൻ്റെയും അതേപോലെ ഷബ്ബിൻ്റെയും പിന്നെ ഏതിൻ്റെയാണ്? ട്രീസിൻ്റെയും എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചിവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഹെർബിൻ്റെ എക്സാമ്പിളാണ് സ്പീനച്ച്. സ്പീനച്ച് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ എന്താ പറയുക, സ്പീനച്ച് മീൻസ് നമ്മുടെ ചീര കേട്ടോ. സ്പീനച്ച് നമ്മുടെ ചീര. അടുത്ത ഏതാണ്? വീറ്റ് എന്ന് വെച്ചാൽ ഗോതമ്പ്. പാടി നെല്ല്. ക്യാബേജ്, ടൊമാറ്റോ ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഹെർബിന് എക്സാമ്പിളാണ് കേട്ടോ. അടുത്ത ഏതാണ്? ഷബ്ബ്. ഷബ്ബിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹിബിസ്കസ്, റോസ്, ലെമൺ, തുളസി, ജാസ്മിന്. ട്രീക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മാംഗോ ട്രീ, ബനിയൻ ട്രീ, കോക്കനട്ട് ട്രീ, ആപ്പിൾ ട്രീ ഒക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ട്രീക്ക് എക്സാമ്പിൾസ് ആണ്. ഡ്രോ ആൻഡ് കണക്ട് ചെയ്ത് എന്ത് ചെയ്യാൻ? നമ്മളോട് ഡ്രോ ആൻഡ് കണക്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കണക്ട് ചെയ്താലോ. ആദ്യം തന്നെ നമുക്ക് ട്രീനെ കണക്ട് ചെയ്യാം. അത് നമുക്ക് സംശയം ഉണ്ടാവുമല്ലോ. ട്രീ ഏതൊക്കെയാടാ? ഇതും ട്രീ ആണ്, ഇതും ട്രീ ആണ്. ശരിയാണല്ലോ. നെക്സ്റ്റ് അടുത്ത ഏതാണ്? അടുത്തത് നമ്മുടെ ഹെർബിനെ കണക്ട് ചെയ്യുക. ഏതാണ്? ഇത് ഹെർബാണ്. നമ്മുടെ സ്പീനച്ച് ഹെർബാണ്. ഇതും ഹെർബാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഏതാണ്? ബാക്കി കിടക്കുന്നത് ഈ രണ്ട് പേര് അല്ലേ. ഇത് രണ്ട് ഏതായിരിക്കും? ഷബ്ബായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ കൂട്ടുകാരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ടീച്ചർ അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.